നമ്മൾ വീട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കക്കൂസും കുഴി നമുക്ക് എന്തായാലും ഒരു വീട്ടിൽ ആവശ്യമാണ്. അതുണ്ടെങ്കിലേ നമുക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീടിന് പെർമിറ്റിന് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്ഥാനമൊക്കെ കാണിക്കാറുണ്ട്, പെർമിറ്റിൽ വരച്ച് കാണിക്കാറുണ്ട്. പക്ഷേ അവിടെ നിന്നല്ല നമ്മൾ പിന്നീട് ചിലപ്പം വീട് ആയി വരുമ്പം കക്കൂസ് കുഴിൻ്റെ സ്ഥാനം വരിക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട് സാധാരണ രീതിയിൽ വീട് ഏകദേശം പണി കഴിഞ്ഞൊരു പ്ലംബിങ്ങിൻ്റെ ഒക്കെ ഘട്ടത്തിലായിരിക്കും നമ്മൾ കുഴീനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ കുഴീൻ്റെ സ്ഥാനമൊക്കെ തരിക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ JCB കൊണ്ട് കുഴിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇത് വരും. ഇനി കുറച്ച് ഉറച്ച പാറുള്ള സ്ഥലം, കല്ല് വെട്ടുന്ന പാറാണെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ മെഷീൻ കൊണ്ട് കുഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ട്രാക്ടറൊക്കെ വരാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ ഓൾറെഡി വീടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും ചെയ്യും. കുഴിച്ച് മണ്ണ്, അതേപോലെ തന്നെ കുഴിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതുമാത്രമല്ല നമ്മൾ ഇപ്പോൾ വീട് ഏകദേശം സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പൈസക്കൊക്കെ ചിലപ്പോൾ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കുഴിയൊക്കെ ആക്കിയിട്ട് മാറും. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാനാക്കി നമ്മളതിൽ വീട് ചെയ്യാൻ തറ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്ക് കക്കൂസും കുഴിൻ്റെ സ്ഥാനം കറക്റ്റാക്കി കക്കൂസും കുഴിൻ്റെ പണി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം തന്നെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരിപ്പോൾ ഏകദേശം സ്ട്രെച്ചറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, തേപ്പിൻ്റെ ഒക്കെ ഏകദേശം ആയി വരണം. അപ്പോൾ ഒരു കക്കൂസും കുഴി കുഴിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വീട്ടിൽ കിണർ ഉണ്ട്, അതുകൊണ്ട് അവിടെ കുഴിക്കാൻ പറ്റില്ല. അവർ കുഴിച്ച സ്ഥലം പിന്നീട് ആ അടുത്ത വീട്ടുകാരൻ വന്നുകൊണ്ട് കുഴിക്കാൻ പറ്റില്ല, കിണർ നമുക്ക് അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരിപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് 2 വർഷമായി. പക്ഷേ കിണർ കുഴിക്കുന്ന ഇപ്പോൾ കിണറുണ്ടെന്ന് പറഞ്ഞ വീട്ടുകാർ ഇപ്പോൾ ഈ മാർച്ചിലാണ് അവർ കിണർ കുഴിച്ചത്. അപ്പോൾ ഇവർക്ക് അവിടെ കുഴിക്കാൻ പറ്റില്ല. കാരണം കിണറിൽ നിന്ന് സാധാരണ രീതിയിൽ 1.5 മീറ്റർ എന്തായാലും നിയമപരമായിട്ട് പാലിക്കണം. പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ നല്ല അകലം പാലിക്കൽ നിർബന്ധമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ കോളി ബാക്ടീരിയ ഒക്കെ ഒരുപാട് കിണറിൽ കലർന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അത് മാത്രമല്ല ഒരുപാട് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ 5 സെൻറ്റ് 6 സെൻറ്റ് അതിലൊരു കിണറുണ്ടാവും, അതിൽ തന്നെ ഒരു കക്കൂസും കുഴിയും ലീച്ച് പിറ്റും അങ്ങനത്തെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒക്കെ കുഴികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൃത്യമായിട്ട് കിണറുന്ന അകലം പാലിക്കണം.